നമസ്കാരം. ഷിംജിത മുസ്തഫ എന്ന ആത്മഹത്യാ പ്രേരണ കേസിലെ ഒന്നാം പ്രതിക്ക് കവചമൊരുക്കും, അവർക്ക് സംരക്ഷണമൊരുക്കും എന്നൊക്കെ ഡിവൈഎഫ്ഐയും അതുപോലുള്ള ചില ഇടതുപക്ഷ സംഘടനകളും ചില ഫെമിനിസ്റ്റുകളും ഒക്കെ തന്നെ പറയുന്നതും പുലമ്പുന്നതും സമൂഹ മാധ്യമങ്ങളിലൂടെ പോസ്റ്റ് ഇടുന്നതും ഒക്കെ തന്നെ കേട്ടു. അതായത് പുരുഷൻ എവിടെ പീഡിപ്പിക്കപ്പെട്ടാലും അല്ലെങ്കിൽ പുരുഷന് എന്ത് നഷ്ടമുണ്ടായാലും പുരുഷന്റെ കുടുംബം തകർന്നാലും സ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളാരും സ്ത്രീ വിരോധികളോ അല്ലെങ്കിൽ സ്ത്രീപക്ഷത്തെ എതിർക്കുന്നവരോ അല്ല. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യവും സ്ത്രീകൾക്ക് സുരക്ഷിതത്വവും സ്ത്രീകൾക്ക് എല്ലാവിധ പിന്തുണയും ഒക്കെ വേണം. പുരുഷനൊപ്പം തന്നെ സ്ത്രീ നിൽക്കണം എന്ന് വാദിക്കുന്നവരും എന്ന് പറയുന്നവരുമാണ്. നമ്മുടെയൊക്കെ മാധ്യമധർമ്മം അത് തന്നെയാണ്. സ്ത്രീകൾക്കെന്നും പ്രാധാന്യം നൽകേണ്ടത് തന്നെയാണ്. സ്ത്രീകൾ ഏതെങ്കിലും തരത്തിൽ അവരെ ഉപദ്രവിച്ചാൽ അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും തരത്തിൽ മോശമാക്കിയാൽ തീർച്ചയായിട്ടും അത് ചെയ്തത് ആരായാലും അവർ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെ പറയുന്നവരാണ്. പക്ഷേ ഇതേ അവകാശങ്ങൾ പുരുഷനുമുണ്ട്. നമ്മൾ മെൻസ് അസോസിയേഷനോ അല്ലെങ്കിൽ മെൻസ് കമ്മീഷനോ നമ്മൾ അതൊന്നും പറയുന്നില്ല. എന്നാൽ പോലും പുരുഷന്മാരെ ഇങ്ങനെ ഉപദ്രവിച്ച് കൊല്ലാക്കൊല ചെയ്യുകയും കൊല്ലുകയും ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയും ചെയ്യാൻ സ്ത്രീകൾ കാരണക്കാരായാൽ തീർച്ചയായിട്ടും അത് വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്, ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്, നിയമത്തിന്റെ വഴിയിലൂടെ നീങ്ങേണ്ടത് തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മറുനാടൻ മലയാളി എഡിറ്റർ ഇൻ ചീഫ് ശ്രീ ഷാജൻ സ്കറിയ, അദ്ദേഹം എൻ്റെ മാനസ ഗുരുനാഥൻ കൂടിയാണ്. അദ്ദേഹത്തോടൊപ്പം ഏതാണ്ട് 2 കൊല്ലത്തോളം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്, പ്രേക്ഷകർക്കറിയാമായിരിക്കും. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിൽ 3 ഫോട്ടോകൾ, 3 സ്ത്രീകളുടെ ഫോട്ടോകളും 3 പുരുഷന്മാരുടെ ഫോട്ടോകളും കൊടുത്തിരിക്കുന്നു. ഈ 3 പുരുഷന്മാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. 3 പേരും ആത്മഹത്യ ചെയ്തതാണ്. ഒരാൾ ആന്തൂറിലെ സാജൻ, ഒരാൾ നവീൻ ബാബു, ADM നവീൻ ബാബു, ഒരാൾ ദീപക്, കോഴിക്കോട്ട് ആത്മഹത്യ ചെയ്ത ആ യുവാവ്. അവരുടെ ചിത്രങ്ങൾക്ക് മുകളിൽ, ആന്തൂർ സാജന്റെ ചിത്രത്തിന് മുകളിൽ അന്ന് ആന്തൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരുന്ന PK ശ്യാമള, ഈ PK ശ്യാമള ഈ ഓഡിറ്റോറിയം പണിയാൻ സ്ഥലം നിഷേധിച്ചു. ലക്ഷങ്ങളുടെ കോടികളുടെ നഷ്ടം വന്ന് ഹൃദയം പൊട്ടിയാണ് കഷ്ടപ്പെട്ട് വിദേശത്ത് ജോലി ചെയ്ത പണമൊക്കെ നഷ്ടപ്പെട്ടിട്ടാണ് ആന്തൂരിലെ സാജൻ ആത്മഹത്യ ചെയ്തത്. അതിന് കാരണക്കാരി ഈ PK ശ്യാമള എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ CPM-ന്റെ മുതിർന്ന നേതാവും അതുപോലെ ആന്തൂർ മുൻ ചെയർപേഴ്സണുമാണ്. അടുത്തത് PP ദിവ്യ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു. അവരെ സ്ഥാനമാനങ്ങളിൽ നിന്നൊക്കെ മാറ്റി അവർ BJP-യിലേക്ക് വരും എന്നൊക്കെ സുപ്രഭാതം വാർത്ത നൽകിയിരുന്നു. അതൊന്നും നമ്മൾ പറയുന്നില്ല, നമ്മളത് വാർത്തയായി നൽകിയിരുന്നു. അതിന് താഴെ നവീൻ ബാബുവിനെ ആ ഒരു പൊതുവേദിയിൽ പരസ്യമായി പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്തു. മനംനൊന്ത് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഈ റീച്ച് കിട്ടാൻ വേണ്ടി കള്ള വീഡിയോ പോസ്റ്റ് ചെയ്ത ഷിംജിത മുസ്തഫയുടെയും പടം കൊടുത്തിരിക്കുന്നു. ഒപ്പം ഷാജൻ ഒരു വരി കൂടി എഴുതിയിരിക്കുന്നു. ഒരു മുട്ടുസൂചി പോലും ഇല്ലാതെ നിരപരാധികളായ മനുഷ്യരുടെ ജീവൻ എങ്ങനെ എടുക്കാം എന്ന് മലയാളികളെ പഠിപ്പിച്ച 3 മഹതികൾ. ഒരു മനുഷ്യനെ കൊല്ലാൻ ഒരു മുട്ടുസൂചി പോലും വേണ്ട, ഒരു കുപ്പി വിഷം പോലും വേണ്ട, ഒരു തുണ്ട് കയറ് പോലും വേണ്ട, ഒരു കത്തി പോലും വേണ്ട, ഒന്നും വേണ്ട. പക്ഷേ ഈ 3 പേരും ഹൃദയം പൊട്ടി മരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ജീവനൊടുക്കുകയായിരുന്നു. അവരുടെ ജീവനിൽ നിന്ന് അവരുടെ ജീവിതത്തിൽ നിന്ന് അവർ ഓടിപ്പോവുകയായിരുന്നു, ജീവൻ വെടിയുകയായിരുന്നു. ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. ഈ നവീൻ ബാബുവിന്റെ കാര്യം വ്യക്തമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. ബാക്കി 2 പേരും ആത്മഹത്യ ചെയ്തു എന്ന് തന്നെയാണ് കേസ്. അപ്പം ഒരു മുട്ടുസൂചി പോലും ഇല്ലാതെ ഈ 3 മഹതികൾ കാരണം 3 വിലപ്പെട്ട ജീവനാണ് നഷ്ടപ്പെട്ടത്. 3 കുടുംബങ്ങളാണ് അനാഥമായത്. 3 സ്ത്രീകളാണ് വിധവകളായത്. ഏതാനും മക്കൾക്ക് പിതാവിനെ നഷ്ടപ്പെട്ടു, സഹോദരിമാർക്ക് സഹോദരനെ നഷ്ടപ്പെട്ടു, അമ്മമാർക്ക് ആൺമക്കളെ നഷ്ടപ്പെട്ടു. ആ ദീപകിന്റെ അമ്മയുടെ ആ ഹൃദയവേദന, ആ കരച്ചിൽ, നെഞ്ചുപൊട്ടിയുള്ള ആ നിലവിളി ഇന്നും മനസ്സിൽ മുഴങ്ങുകയാണ്. അപ്പോൾ ഒരു മുട്ടുസൂചി പോലും ഇല്ലാതെ നിരപരാധികളായ മനുഷ്യരുടെ ജീവൻ എങ്ങനെ എടുക്കാം എന്ന് മലയാളികളെ പഠിപ്പിച്ച 3 മഹതികളുടെ ചിത്രങ്ങളും അവർ കാരണം ജീവൻ നഷ്ടപ്പെട്ട 3 പാവപ്പെട്ടവരുടെ ചിത്രങ്ങളും സഹിതമാണ് ഈ പോസ്റ്റ്. തീർച്ചയായിട്ടും കേരളം ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. മെൻസ് കമ്മീഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും വന്നില്ലെങ്കിലും പുരുഷനും ജീവിതമുണ്ട്, അവനും കുടുംബമുണ്ട്, അവനും ജീവിക്കാൻ അവകാശമുണ്ട്. ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ അവനും കൂടിയുള്ളതാണ് എന്ന് തീർച്ചയായിട്ടും ഈ സമൂഹം, കേരളത്തിന്റെ പൊതുസമൂഹം ചിന്തിക്കേണ്ടിയിരിക്കുന്നു, പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അതനുസരിച്ച് സമൂഹത്തെ, ഭാവി തലമുറയെ ചിട്ടപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്നതിലേക്കാണ് ഷാജൻ സ്കറിയയുടെ ഈ പോസ്റ്റ് വിരൽ ചൂണ്ടുന്നത്.